Hi all, welcome to our new cooking video. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാറായല്ലോ. അപ്പോൾ അതിന് ക്രിസ്മസിന് വേണ്ടി നമുക്ക് എങ്ങനെ ഒരു ഗ്രേപ്പ് വൈന് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിത് ഫസ്റ്റ് ടൈം അല്ല ചെയ്യുന്നത്, കുറേ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്ത ഈ ഗ്രേപ്പ് വൈന് കൊടുത്തിട്ടുള്ളവരെല്ലാം തന്നെ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ ആ എക്സ്പീരിയൻസിന്റെ ബേസിൽ ഞാൻ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ നിങ്ങളോട് അത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റില് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഗ്രേപ്പ് സെലക്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ ഗ്രേപ്സ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന ടൈപ്പുള്ള ഗ്രേപ്സ് വാങ്ങുക. അപ്പോൾ അത് കൂടാതെ നമ്മൾ ഈ ഗ്രേപ്സ് ഓവർ റൈപ്പ് ആകാനും പാടില്ല, എന്നാൽ എന്താണ് പച്ച റോ ടൈപ്പ് ആകാനുള്ള നോർമൽ റൈപ്പിലുള്ള ജ്യൂസി ടൈപ്പ് ഗ്രേപ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ വൈൻ ചെയ്യാനായിട്ട് ഒരു 3 kgs ഗ്രേപ്സ് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗ്രേപ്സ് നല്ല എല്ലാം ബഞ്ചായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ ഈ ബഞ്ചിൽ നിന്ന് നമ്മൾ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നല്ല ഗ്രേപ്സ്, അതിനകത്ത് ചീത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നല്ല ഗ്രേപ്സ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്തതായ ഈ ഗ്രേപ്സിനെ നമ്മൾ മിനിമം ഒരു 1/2 hour സോൾട്ട് വാട്ടറിൽ സോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാൻ ഒരു ബൗളിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. സോൾട്ട് ഞാനിവിടെ ഒരു 3 tablespoon 3 to 4 ആയാലും കുഴപ്പമൊന്നുമില്ല, അത് ഇടുക. സോൾട്ട് വാട്ടർ ഇട്ടിട്ട് ഇതിലേക്ക് ഈ ഗ്രേപ്സ് ആഡ് ചെയ്യുക. ഈ സോൾട്ട് വാട്ടറിൽ എന്തിനാണ് ഇത് സോക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, അതായത് ഈ ഗ്രേപ്സില് അതായത് പെസ്റ്റിസൈഡ്സ്, ജേംസ്, ഡേർട്ട്, കളറ്, വാക്സി ഫിലിംസ് ഇതെല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ളതായ ഗ്രേപ്സ് കിട്ടും. പിന്നെ ഈ ഇത് 1/2 hour സോൾട്ട് വാട്ടറിലാണ് നമ്മൾ ഇത് ഡിപ്പ് ചെയ്ത് വെക്കുന്നതെങ്കിൽ 1/2 hour. അതല്ല നമ്മൾ വളരെ ക്വിക്കായിട്ട് നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ, ഈ സോൾട്ടിനോടൊപ്പം അല്പം ബേക്കിംഗ് സോഡ ഇവിടെ ആഡ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ ഉണ്ടാക്കി പലപ്പോഴും അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഞാൻ അത് മൊത്തം ഈ സോൾട്ട് വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് 1/2 hour അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മള് 1/2 hour സോക്ക് ചെയ്ത് കഴിഞ്ഞു ഉള്ള ഗ്രേപ്സ് ആണ് ഇത്. ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് റണ്ണിങ് വാട്ടറിൽ 4 to 5 times നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യുക. ഓക്കെ, ഞാന് ഗ്രേപ്സ് ഒരു റണ്ണിങ് വാട്ടറിൽ കഴുകി നന്നായിട്ട് എടുത്ത ശേഷം അത് ഞാനൊരു ഡ്രെയിനറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു
10 to 15 minutes ഇതിലെ വാട്ടർ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് അത് വെക്കാം. പിന്നെ ഞാൻ മുമ്പേ ഒരു കാര്യം വിട്ടുപോയി. ഗ്രേപ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സീഡ് ഉള്ളതും അല്ലെങ്കിൽ സീഡ്ലെസ് ഏതായാലും നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മുടെ ഗ്രേപ്സിലെ വെള്ളം ഓൾമോസ്റ്റ് ഇതിനകത്തുനിന്ന് ഡ്രെയിൻ ഔട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഗ്രേപ്സ് എന്താ പറയുക, ഒന്നിൽ ഒരു ടവലിലോ അല്ലെങ്കിൽ ഒരു തോട്ടിലോ നിരത്തുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഞാൻ അത് ഏത് തോട്ടിലേക്ക് ഇട്ടു. എന്നിട്ട് മാക്സിമം നമുക്കിതിന്റെ വെള്ളം നമുക്ക് ഒപ്പിയെടുക്കാം. അതിനായിട്ട് തരത്തി എത്രയോ ഒപ്പാവോ വെള്ളം ഒപ്പിയെടുക്കാവോ അത് ചെയ്യുക. ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താട്ടെ. കാരണം ടോപ്പില് വൺ സൈഡിലെ വെള്ളം ഓൾമോസ്റ്റ് പോയതാണ്. അപ്പൊ ടോപ്പിലുള്ള ഒന്ന് ഒത്തിരി നമുക്കല്ലേ അതിന് നോവാത്ത രീതിയിൽ, മീൻസ് അത് എന്താ പൊട്ടി പുറത്ത് വരാത്ത രീതിയിൽ നമ്മൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇത് പതുക്കെ അങ്ങ് നിരത്തി ഇടുക. ഇങ്ങനെ ഞാൻ ഈ തോട്ടിലേക്ക് ഇട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഫാൻ ഓണാക്കി ഇടുക. ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നതിന്റെ വെള്ളം പോയോ ഇല്ലയോ എന്നുള്ളത്. പതുക്കെ എന്താ പറയുന്നത്, ഇടയ്ക്ക് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് മേലെ വെള്ളം എല്ലാം ഡ്രൈ ആയി എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ഇനി നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ കയ്യില് ഒരു ശകലം അല്പം പോലും വെള്ളമയം പാടില്ല. അപ്പം നല്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്നിട്ട് അത് പതുക്കെ ഒന്നുകൂടെ ഒന്ന് നിരത്തി ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഇത് ചെയ്താൽ മാത്രം മതി. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒട്ടും വെള്ളമയമില്ലാതെ ഡ്രൈ ആയിട്ട് നമുക്ക് ഈ ഗ്രേപ്സ് കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് വൈൻ മേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കംപ്ലീറ്റ് വെള്ളമില്ലാതെ ഇത് ഡ്രൈ ആക്കി നമുക്ക് ലഭിക്കുക. ഇതിപ്പം ഞാൻ നിരത്തി ഇട്ടിട്ട് ഏകദേശം ഒരു 2 hours ആയി. അപ്പം മേലത്തെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കഴിയുന്നതുപോലെ ഇതെല്ലാം ഇങ്ങനെ ആക്കുക. 2 സൈഡും ഇങ്ങനെ ആക്കിക്കൊണ്ട് വളരെ സ്ലോയില് വെള്ളം ഒന്ന് ഒപ്പിയെടുക്കുക. പതുക്കെ ചെയ്യാവുള്ളേ. എന്നിട്ട് വീണ്ടും എന്താ ചെയ്യട്ടെ, വീണ്ടും അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. യൂഷ്വലി ഈ വൈനിങ് ഗ്രേപ്സ് നമ്മൾ പകൽ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്. അപ്പം നല്ല വെട്ടം ചൂടും ഒക്കെ ഉള്ളവർക്കാണ് അത് എളുപ്പം ഇത് ചെയ്യാം. പക്ഷെ അത് എന്താ പറയുന്നത്, പിന്നെ പുറത്തു നിന്നുള്ള ഡസ്റ്റ് അത് ഒക്കെ വീണ്ടും ഇതെല്ലാം കയറി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് യൂഷ്വലി ഞാൻ ചെയ്യുന്നത് നൈറ്റിലായിരിക്കും. നൈറ്റിൽ ഇങ്ങനെ ചെയ്തേച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഫാനിൻ്റെ അടിയിലോട്ട് ഇടും. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് വെള്ളമൊന്നുമില്ലാതെ നമുക്ക് ലഭിക്കും. ഫാൻ അങ്ങ് നല്ല ഹൈ സ്പീഡിൽ ഇട്ട് കൊടുത്തേച്ചാൽ മതി. വെള്ളം എല്ലാം കംപ്ലീറ്റ്
പോയി ഡ്രൈ ആയ ഫോമിൽ നമുക്ക് നമ്മൾ ഗ്രേപ്സ് കഴുകി അതിൽ കംപ്ലീറ്റ് വെള്ളം ഡ്രൈ ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ക്ലോത്തിനകത്ത് സ്പ്രെഡ് ചെയ്ത് വെച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ വെയിലത്ത് മീൻസ് ഫാനിൻ്റെ താഴെ വെച്ചാണ് ഇത് ചെയ്തത്. അപ്പം നമുക്ക് നോക്കിയാൽ ഇതിനകത്ത് വെള്ളമയമില്ല. പിന്നെ ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 2-3 ടൈംസ് കൂടെ ഇങ്ങനെ ചെയ്ത് ഒന്ന് പ്ലസ് ചെയ്തായിരുന്നു. ആക്ച്വലി ഒരു ഓവർനൈറ്റ് ഞാനിങ്ങനെ ഫാനിൻ്റെ താഴെ വെച്ചിരുന്നു. ഓക്കെ, അതിനകത്ത് ഒട്ടും വെള്ളമയമില്ല, ഡ്രൈ ആയിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്ന ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് എടുത്ത് എന്താ പറയുന്നത് ടിഷ്യൂ ഇട്ട് തുടയ്ക്കുക. അയ്യോ, അതൊക്കെ വളരെ വളരെ ഹെക്റ്റിക്കായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം വെറ്റായിട്ടില്ല, എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണ് മാക്സിമം നമുക്ക് ഒപ്പിയെടുക്കാവുന്നത്രയും ഒപ്പിയെടുക്കാവുന്ന. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രസ് ചെയ്യുമ്പം ബി കെയർഫുൾ, ഇത്തിരി കമക്കരുത്. ഇനി കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലേ, ഇല്ല. ഇത് ഞാൻ എന്താ പറയുന്നത് വേറെ ഒരു കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ എന്താ ഡ്രൈ ചെയ്യാൻ ഇടുമ്പോൾ യാതൊരു തരത്തിലും യാതൊരു ഫ്ലൈസും വരാതെ പിന്നെ നമ്മൾ സൂക്ഷിക്കണം. ഫ്ലൈസ് വന്ന് അതിലിരുന്ന് പിന്നെ അത് ശരിയാവില്ലല്ലോ. ഫ്ലൈസ് ഒന്നും വരാതെ ഇത് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഈ സെയിം ക്ലോത്ത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വെള്ളമുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. ഞാനതിപ്പം വേറെ ഒരു കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എനിക്ക് മുമ്പേ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. അതായത് ഇത് സീഡ് ഉള്ളതായാലും സീഡ് ഇല്ലാത്തതായാലും കുഴപ്പമില്ല പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ജസ്റ്റ് ഹാൻഡ് കൊണ്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ ഒരിക്കലും വെറ്റായിട്ട് ഇനി അങ്ങോട്ടുള്ള ഒരു ഒരു പ്രൊസീജിയറിലും പാടില്ല. കൈ നല്ല ഡ്രൈ ആയിരിക്കണം, വെറ്റിൻ്റെ അംശം പാടില്ല. അതുകൊണ്ട് ഞാൻ ഇത് വേണമെന്നില്ല, എന്താ ഗ്ലൗസ് വേണമെന്നില്ല, നമ്മൾക്ക് കൈ ഉണങ്ങി ഇരുന്നേച്ചാൽ മാത്രം മതി. ഇത് ഞാൻ പതുക്കെ ഒന്ന് ഒത്തിരി ബലം പ്രയോഗിക്കുക, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത്തിരി വേണ്ട, ജസ്റ്റ് ഒന്ന് ഓക്കെ. ഇത് ക്രഷ് ചെയ്ത് ഒരുവിധം എടുത്തിട്ടുണ്ട്. ഫുള്ളാകണ്ട, ഇടയ്ക്കൊന്ന്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് വൈൻ ഇടാനുള്ള ജാർ എടുക്കുക.
അത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗ്ലാസ് കണ്ടെയ്നർ, ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കുന്നതാണ് നല്ല. സെറാമിക് എടുത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വൈനിന് പറ്റുമെങ്കിൽ കഴിവതും ഈ ഗ്ലാസ് ജാർ തന്നെ എടുക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ക്രഷ് ചെയ്തതായ കുറച്ച് ഗ്രേപ്സ് ഇതിലേക്കിടുക. പിന്നെ ബോട്ടിൽ ഒരിക്കലും നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് ഒട്ടും വെള്ളമയം ഇല്ലാത്തതായ ഗ്ലാസ് ബോട്ടിലായിരിക്കണം. ഇടുമ്പം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വേണേൽ ജസ്റ്റ് ഇട്ടു. അതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യണം. ഞാനിവിടെ 3 kg ഗ്രേപ്സിന് വേണ്ടി, അതായത് 2.5 kg ഷുഗർ എടുത്തിട്ടുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ 1 kgക്ക് നോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് 3/4 kg ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് എന്താ പറയുന്നത്, അത് വരുമ്പോൾ ഭയങ്കര ഇച്ചിരി ബിറ്റർ സോർ പോലെ തോന്നും. ഇച്ചിരി സ്ട്രോങ് ആയി വരുമ്പോഴേ അതിനുകൊണ്ട് ഞാനതൊരു 2.5 kg ഷുഗറാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഓരോ ലെയർ ഇതിട്ടു, പിന്നെ കുറച്ച് ഷുഗർ ഇടുക. ഷുഗർ ഇട്ടിട്ട് ഞാനൊരു വുഡൻ സ്പാറ്റില എടുത്തിട്ടുണ്ട്. അത് ഈ ഷുഗറും ഈ സ്പാറ്റില ഇട്ടിട്ട് ഈ ഷുഗറും ഈ ഗ്രേപ്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഇങ്ങനെ ഇത് വെച്ച് നന്നായിട്ട് ഇത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ പ്രോസസ്സ്, അതായത് വീണ്ടും നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത്, വീണ്ടും ഈ ഫ്രഷ്ഡ് ഗ്രേപ്സ് ഇടുക. പിന്നെ ഈ ഷുഗർ ആഡ് ചെയ്യുക, കുറച്ച് പാതി ഇട്ടു. ഞാൻ സെക്കൻഡ് ലെയർ ഇട്ടു. അത് വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് ക്രഷ് ചെയ്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ പ്രോസസ്സ് തീരുന്നിടം വരെ, ഇപ്പം അഗെയിൻ ഫ്രഷ് ഇതിടുക, പിന്നെ ഷുഗർ ആഡ് ചെയ്യുക. ഈ എന്താണ് വുഡൻ സ്പാറ്റില വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ബാക്കിയുടെ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ബാക്കിയുള്ള ഗ്രേപ്സും ഷുഗറും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇത് ഹോൾ വീറ്റ് ആണ്. അത് 3 kg വേണ്ടത്. അതായത് ഒരു ഹാൻഡ്ഫുൾ ആണ്. അപ്പം നമ്മൾ പലരുടെയും കൈയുടെ വലിപ്പം വ്യത്യാസം കാണുമല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു ഡെസേർട്ട് സ്പൂൺ എടുക്കുക.
1 2 2.5 എടുത്തിട്ടുണ്ട്. എൻ്റെ കൈ അത്രേ കൊള്ളത്തുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2.5 to 3. ഓക്കെ, അത് ഇതിനകത്ത് ആഡ് ചെയ്യുക. അപ്പം 1 kg അത്. അപ്പം ഇത് 3 kg ആകുമ്പോൾ അത്രയും 3 ഹാൻഡ്സ്. ഏകദേശം ഒരു 9 ടേബിൾ സ്പൂൺ, 8 or 9, അത് കൈയുടെ അനുസരിച്ച് അത് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു എഗ്ഗിൻ്റെ വൈറ്റ്. അത് പിന്നെ കുറച്ച് റൂം ടെമ്പറേച്ചറുള്ള മുട്ടയുടെ എഗ് വൈറ്റാണ്. അതൊന്ന് നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മുടെ കൈ നല്ല ഡ്രൈ ആണ്, ഒരു തരത്തിലും വെള്ളത്തിൻ്റെ യാതൊരു അംശവും ഇല്ല. ഇനി വേണ്ടത് ഇൻസ്റ്റൻറ്റ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് അല്ലാത്ത ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നമ്മളത് പിന്നെ വല്ല വാം വാട്ടറിൽ, പിന്നെ വാം വാട്ടർ എന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ല, ഒരു തണുത്തതും അല്ല ചൂടും അല്ലാത്ത രീതിയിൽ അതിലേക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2 ടീസ്പൂണാണ് ആഡ് ചെയ്യുക. One, 2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്തു. ഇനി ഇതിനകത്ത് നമ്മളുടെ ഇന്ത്യൻ സ്റ്റൈലില് പിന്നെ വൈന് നമ്മൾ ഈ ഈസ്റ്റും പിന്നെ വീറ്റും നമ്മൾ ആഡ് ചെയ്യുന്ന ഈസ്റ്റും വീറ്റും എഗ്ഗിൻ്റെ വൈറ്റും നമ്മൾ ആഡ് ചെയ്യുന്നു. അത് എന്ന് വെച്ചാൽ അത് ഈ ഗ്രേപ്സിനകത്ത് അതിൻ്റെ ആ സ്കിന്നിനകത്തും ആ സീഡ്സിനകത്തും ഒക്കെ ടാനിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഈ സബ്സ്റ്റൻസ് കംപ്ലീറ്റ്ലി റെഡ് വൈനിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ ഇത് ആഡ് ചെയ്യുന്നത്. ഈ ടാനിന് നമ്മൾ വൈൻ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുടിക്കുമ്പോൾ എന്താണ് ഒരു മൗത്തിനകത്ത് നമ്മുടെ വായ്ക്കകത്തൊരു ഡ്രൈനസ് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് ആ ടാനിൻ കൊണ്ടുണ്ടാകുന്ന ദോഷം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ 21 ഡേയ്സ് മെച്ചുർ ആകാവുന്ന രീതിയിലാണല്ലോ ഈ വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും ഫാസ്റ്റിൽ ഫെർമെൻറ്റേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈസ്റ്റ് മാത്രമായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഫെർമെൻറ്റേഷന് വളരെ ക്വിക്കായിട്ട് വിതിൻ 21 ഡേയ്സിനുള്ളിൽ ഇത് മെച്ചുർ ആകുവാൻ വേണ്ടിയാണ് പിന്നെ ഈ 2 സാധനങ്ങൾ യൂസ് ചെയ്തത്, അതായത് എഗ് വൈറ്റും ഈ വീറ്റും. അപ്പം അത് നന്നായിട്ട് യൂസ് ചെയ്യാം. അതേസമയം വെസ്റ്റേൺ സ്റ്റൈലിലാണെങ്കിൽ ഉള്ള റെസിപ്പിയിൽ അവർ ഈസ്റ്റ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവരത് ഈസ്റ്റ് കൊണ്ട് ഏകദേശം അത് മെച്ചുറായി വരുമ്പോൾ 1.5 months അതായത് ഏകദേശം 50 ഡേയ്സോളം എടുക്കും. നമ്മൾ ക്വിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ 2 സാധനങ്ങൾ ആഡ് ചെയ്തത്. ഒന്ന് ക്വിക്കിൽ ചെയ്യാൻ വേണ്ടിയും
പിന്നെ ടാനിൻ എന്ന സബ്സ്റ്റൻസ് ഇതിൽ നിന്നും റെഡ് വൈനിൽ നിന്നും റിമൂവ് ചെയ്യാനും വേണ്ടിയാണ്. പിന്നെ ഞാൻ പുറകാലെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ളതായ റെഡ് വൈന് ഉണ്ടാക്കുന്നത് കാണിക്കും. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതൊരു വൺ സെൽഡ് മൈക്രോ ഓർഗാനിസം ആണ്. അത് ജീവനുള്ളതാണ്. ഇതിൻ്റെ എല്ലാ ആക്ഷൻ കൊണ്ടാണ് ഇത് ഫെർമെൻറ്റ് ചെയ്ത് ഇത് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ ഇത്രയും ആഡ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് സ്പൈസസ്. അത് ജസ്റ്റ് ആ ഒരു അരോമയ്ക്ക് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇവിടെ അതായത് ഏകദേശം ഒരു ഗ്രാമ്പു ഒരു 12 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ സിനമൺ പട്ട 1 ഇഞ്ച് നീളത്തിൽ 2, പിന്നെ ഒരു ഹാഫ് ഇല്ല അത് ആഡ് ചെയ്യുക. പിന്നെ കാർഡമം ഏലക്കം അത് ഒന്ന് അതിൻ്റെ ജസ്റ്റ് ആ പോഡൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം ഒരു 7 to 8. വലിയ കാർഡമാണെങ്കിൽ ഒരു 7 മതി, ചെറുതാണെങ്കിൽ 8. ജസ്റ്റ് ഫോർ അരോമ, മണത്തിനും ഒരു ഇതിനു വേണ്ടി മാത്രമേ ഉള്ളൂ അത് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയും സാധനങ്ങൾ. പിന്നെ ഇനി നമ്മൾക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് അതായത് വാട്ടറാണ്. വാട്ടർ നിങ്ങൾ ഇത് തിളപ്പിച്ച് ആറിച്ച വെള്ളമാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളൊരു കണ്ടെയ്നറിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക, എന്നിട്ട് അത് കൂൾ ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മളുടെ മറ്റ് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളം നമുക്ക് തണുത്ത് കിട്ടും. പിന്നെ വെള്ളം ആക്ച്വലി ഒരു 3 kgsന് നമുക്ക് നിങ്ങളെന്ത് ചെയ്യുന്നത്, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 25 കപ്സ് അല്ലെ 20 to 25 കപ്സ് വെള്ളം 250 ml ഇതിന് എടുത്ത് ബോയിൽ ചെയ്യുക. അത് വേണ്ട കുറച്ച് വെള്ളം എടുത്ത് ബോയിൽ ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് ഇത് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഒഴിക്കാൻ വെള്ളം നമ്മൾ ഒഴിക്കുക. ഇത് ഏകദേശം ഇത് ഞാൻ എടുത്ത ഗ്രേപ്സ് ജ്യൂസിൻ്റെ ആയതുകൊണ്ട് അധികം വെള്ളം ഇതിന് ചേർക്കേണ്ടതായിട്ട് വരുന്നില്ല. ഓൾറെഡി അത് ജ്യൂസി ആണ് ഇത് ഗ്രേപ്സിനകത്ത് തന്നെ. അതേസമയം ജ്യൂസ് അല്ലാത്ത വരുമ്പം ശരിക്കും ഒരു ഈ 3 kgsന് ഒരു 22 ബിറ്റ്വീൻ 22 and 24 കപ്സ് വെള്ളം വേണ്ടി വരും. ഞാനിത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 കപ്സ് വെള്ളമാണ്. അത് ഞാനിതിലേക്ക് ഒഴിക്കുകയാണ്. നല്ല ജ്യൂസി ടൈപ്പും ഗ്രേപ്സ് ആണ്, അതുകൊണ്ടാണ് അധികം എനിക്ക് വെള്ളം ചേർക്കേണ്ടി വന്നില്ല. പിന്നെ ഇത് എൻ്റെ ഈ വൈനിൻ്റെ ഈ ബോട്ടില് 5 ലിറ്റേഴ്സിൻ്റെ ആണ്. നമുക്ക് വെള്ളം ഇത്രയും കുറഞ്ഞു കിട്ടുന്തോറും വൈനിൻ്റെ ആ സ്ട്രോങ് നല്ലതായിട്ടിരിക്കും. ഭയങ്കര നല്ല സ്ട്രോങ് നമുക്ക് കിട്ടും. വെള്ളം കൂടുന്നതിനനുസരിച്ച് അത് ഡൈല്യൂട്ടായിട്ട് വരും. സോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഗ്രേപ്സ് പ്രിഫർ ചെയ്യുന്നത് ഈ ജ്യൂസ് അടിക്കുന്നത് ടൈപ്പ് വാങ്ങാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്യുക. കുറച്ച് സ്ഥലം, അതായത് ഇത് ഈ വെള്ളം ഒഴിക്കുമ്പം ഇത് ഏകദേശം എന്താ പറയുന്നത് മുങ്ങി ഇതിന് മേളിൽ ടോപ്പിൽ ഒരു 1 ഇഞ്ചെങ്കിലും ഇതിൽ പൊങ്ങി നിൽക്കണം വെള്ളം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എനിക്ക് ഒഴിക്കണം. ഞാനൊരു 5½ കപ്പാണ് ഉപയോഗിച്ചത്. ബാക്കി ഇതൊക്കെ ഇവിടെ കിടന്നോട്ടെ. ഇത് ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് റിയാക്ഷൻസ് ഒക്കെ നടക്കത്തില്ലേ, അപ്പം അതുകൊണ്ട്
ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് സീൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ഫസ്റ്റിൽ ഒരു ക്ലിംഗ് ഫിലിമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആലും മതി. ഓക്കെ, വെച്ചു. പിന്നെ നമ്മൾ നമ്മുടെ ജാറിൻ്റെ അടപ്പിട്ട് ടൈറ്റായിട്ട് നിർത്തി. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു കോട്ടൺ ബോക്സ് എടുക്കുക. ഇങ്ങനെ കിടന്നോട്ടെ, ഇത് മുടി എന്താണ് ഇത് കവർ ബോട്ടിൽ കവർ ചെയ്ത് കിടക്കുന്നതാണ് നല്ലത്. അതെന്താണ് ചോദിച്ചാൽ എന്നിട്ട് ചോദിച്ചാൽ വെട്ടം ഇതിന് പാടില്ല, ലൈറ്റിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഒരു റിബൺ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക. എന്നിട്ട് ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരിക്കലും സൺലൈറ്റിൻ്റെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇത് നമ്മൾ കീപ്പ് ചെയ്ത് ഡാർക്കായിട്ട്, അതായത് ഇരുട്ട് ഉള്ളിടത്ത് കൂളായിരിക്കുന്ന രീതിയിലേ നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ, സൂക്ഷിച്ച് വെക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നത് വിതൗട്ട് എയർ ആണ്, എയർ ഇല്ലാതെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പം അതായത് ദാറ്റ് ഈസ് എനറോബിക് പ്രോസസ്സിലൂടെയാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ഇത്രയും ചെയ്ത ശേഷം സേഫായിട്ട് കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്, ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കബോർഡിൻ്റെ നമ്മുടെ കിച്ചൺ ഷെൽഫിൻ്റെ അകത്ത് ഉള്ളിൽ എടുക്കാവുന്ന രീതിയിൽ നമ്മളിത് സൂക്ഷിക്കാം. പിന്നെ നമ്മൾ ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത് വന്ന് ഞാനിന്ന് ഇത് വെച്ചു, അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഇത് എടുത്ത് ഇത് ഇതൊക്കെട്ടെല്ലാം അഴിച്ച് അത് ഓപ്പൺ ചെയ്ത് ഈ തവിയിട്ട്, അതായത് വുഡൻ സ്റ്റാപ്പിൽ ഇതിട്ട് ഒന്ന് ഇളക്കണം. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും ഈ ഇത് വളരെ ഡ്രൈ ആയിരിക്കണം, വെറ്റാകാൻ പാടില്ല. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അത് അടുത്ത പ്രൊസീജിയറിൽ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. തൽക്കാലം എന്താ പറയുന്നത്, ഇത് നമുക്ക് കൊണ്ട് സേഫായിട്ടുള്ള ഒരു പ്ലേസിൽ നമുക്ക് വെക്കാം. നമ്മളുടെ വൈൻ ഇവിടെ 21 ഡേയ്സ് കഴിഞ്ഞു, മെച്യൂർ ആയിട്ടുണ്ട്. പിന്നെ ഈ 21 ഡേയ്സിന് ഉള്ളിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു ഫിക്സഡ് ടൈമിൽ ഞാൻ ഇതൊന്നും എന്നല്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇത് ഇളക്കുമായിരുന്നു. അപ്പോൾ ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൈ നല്ല ഡ്രൈ ആയിരിക്കണം, വെറ്റാകാൻ പാടില്ല. അതുപോലെ നമ്മൾ ഇളക്കുന്നതായ തവിയോ പതിലോ എന്താണെന്ന് വെച്ചാൽ അതും വെറ്റാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇളക്കിയ ശേഷം നല്ലതായിട്ട് തന്നെ അത് പിന്നെ സീൽ ചെയ്ത് വെക്കണം. ഇനിയും ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇത് മെച്യൂർ ആയതായണല്ലോ, കൂടുതൽ വൈൻ ഇരിക്കും തോറുമാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ വരുന്നത്. അപ്പം നമ്മൾ ഇനി ഇത് ഒന്ന് സീവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാൻ എന്താ എടുത്തത്, നമ്മളുടെ കയ്യിൽ ഞാൻ ഒരു ക്ലോത്താണ് എടുത്തത്, അത് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് വെച്ചു. നമുക്ക് ഈ വൈൻ്റെ ഈ ബോട്ടിൽ അഴിച്ചിട്ട് പതുക്കെ ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് നല്ല ടൈറ്റായിരിക്കുന്നു എനിക്ക്, അതുകൊണ്ട് ഇച്ചിരി ടൈറ്റായതുകൊണ്ട് എനിക്ക് ഓക്കെ. നമുക്ക് അത് തുറക്കാം. ഇനിയും പതുക്കെ നമുക്ക് ഇത് വേറൊരു ഇതിലേക്ക് സീവ് ചെയ്യാം. സീവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റയടിക്ക് കുത്തി ഒഴിക്കല്, ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ ചെയ്യണം. പതുക്കെ
വളരെ നമ്മളിത് സീവ് ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. നമ്മുടെ കൈ വെറ്റാകാൻ പാടില്ല. അതേപോലെ തന്നെ വളരെ കെയർഫുള്ളായിട്ട് ഒരാളുടെ ഹെൽപ്പ് കൂടെ എടുത്തേ നിങ്ങൾ ഇത് സേവ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഇത് ബുദ്ധിമുട്ടാണ്. കാരണം ഈ തുണിയിൽ ഒഴിക്കുമ്പം അത് ഒരാൾ പിടിക്കണം, ഒരാൾ ഒഴിക്കണം. അപ്പം നമുക്ക് ഇതായിട്ട് കിട്ടും. അത് സീവ് ചെയ്തു. എനിക്ക് ഒരു വലിയ ഒരു ബോട്ടിലും പിന്നെ ഒരു ഹാഫ് ബോട്ടിലുമായി എനിക്ക് വൈൻ കിട്ടി. ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഉണ്ടാക്കിയ വൈനാണ് ഇത്. പിന്നെ ഇതിരിക്കും തോറും എന്താ പറയുന്നത്, വളരെ രുചിയും കൂടും, വളരെ നല്ല സ്ട്രോങ്ങും ആയിരിക്കും. ഇപ്പം ഇത് 21 days ആയാലേ ഉള്ളൂ. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഇത് നല്ല ഇതായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഇതുവരെയും ഞാൻ വൈൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ചീത്തയായിട്ടില്ല. അതായത് ഇത് ലാസ്റ്റ് ഇയറിൽ ഉണ്ടാക്കിയ വൈനാണ്. അത് ഇപ്പോഴും എന്താ പറയുന്നത്, വളരെ നല്ലതായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ എനിക്കറിയാം ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയി പോയ ഒരു വീഡിയോ ആണെന്ന്. കാരണം ഞാൻ ഷോർട്ടാക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. നിങ്ങൾ ക്ഷമയോടുകൂടെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വൈൻ ഉണ്ടാക്കാം. അങ്ങനെ ക്രിസ്മസ് സീസൺ ആണെങ്കിലും അല്ലാതാണെങ്കിലും ഉണ്ടാക്കി നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആ ബഞ്ചായിരുന്ന ഗ്രേപ്സ് എല്ലാം നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു കണ്ടെയ്നറിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം.